എൻ്റെ ആദ്യത്തെ സാലറി കൊണ്ട് അമ്മേനെ ഒന്ന് സർപ്രൈസ് ആക്കിയാലോ, ആ ഉദ്ദേശത്തോടു കൂടിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഉച്ച കഴിഞ്ഞ് ഏകദേശം ഒരു 2:30-3 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ ഷോപ്പിലേക്ക് എത്തിയത്. അവിടെ അമ്മയും അച്ഛനും ഗീതേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്കുള്ള ബിരിയാണി അവിടെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനതൊക്കെ എടുത്ത് സാവധാനം കഴിച്ചു. അതിനുശേഷമാണ് ഞാനും അച്ഛനും മൊബൈലിൻ്റെ ഷോപ്പ് തിരക്കി ഇറങ്ങിയത്. അങ്ങനെ ഗ്ലോബലിലെത്തി ഓപ്പോ ഓർ വിവോ വാങ്ങാന്ന് വെച്ചിട്ടായിരുന്നു പോയത്. പക്ഷേ അവസാനം അവിടുന്ന് റെഡ്മി തന്നെ ഫിക്സ് ചെയ്തു. അമ്മക്ക് മുന്നേ വാങ്ങിക്കൊടുത്ത ഫോൺ അമ്മ കളഞ്ഞിരുന്നു. ഇത് അമ്മക്ക് ഞാൻ തൽക്കാലം കൊടുത്ത എൻ്റെ പഴയ ഫോണാണ്. അച്ഛൻ്റെ ആഗ്രഹപ്രകാരം മാഷായി ആ മാഷ പണിയെടുത്തിട്ട് ആദ്യമായിട്ട് കിട്ടിയ സാലറി കൊണ്ടാണ് ഈ ഫോൺ വാങ്ങുന്നത്. തൊട്ടു മുന്നേ കാണിച്ച എൻ്റെ പഴയ ഫോണ് ഞാൻ ചിത്രം വരച്ച് പൈസ ഉണ്ടാക്കിയിട്ട് വാങ്ങിയതാണ്. അതിന് മുന്നിൽ ഒരു സ്റ്റോറി തന്നെയുണ്ട്. അവിടുന്ന് ഞാനും അമ്മയും ഒന്നിച്ചുള്ള ഫോട്ടോ ലോക്ക് സ്ക്രീനൊക്കെ ആക്കിയ ശേഷമാണ് എല്ലാം പാക്ക് ചെയ്തത്. എന്നിട്ട് പറയുന്നു, നോക്ക് ഫോൺ നന്നാക്കി തന്നില്ലേ? ഡിസ്പ്ലേ കൈമന്ന് വീണു നമ്മളൊന്നും ഫോണ് നമ്മളൊന്നും ഫോണ് പഴുതുന്നില്ലല്ലോ. എന്റെ വാച്ച് എങ്ങനെയുണ്ട്? പുതിയ വാച്ച്. നിങ്ങൾ എല്ലാത്തിനും കുറ്റം പറയുന്നില്ലേ? പറ. നീ ഒരു വാച്ച് മേടിച്ചോ? ഇങ്ങനത്തെ വാച്ച് എനിക്ക് വേണം. ഇങ്ങനത്തെ വാച്ച് എൻ്റെ ഒരു വാച്ച് ഉണ്ട്. പഴയ ഫോൺ നന്നാക്കി കൊടുക്കുന്നതായിട്ട് ആക്ട് ചെയ്ത ശേഷമാണ് ഞാൻ സ്കൂട്ടറിൽ പോയിട്ട് നമ്മളെ പുതിയ ഫോൺ എടുത്തു കൊണ്ടുവരുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവനാണ് വീഡിയോ എടുക്കുന്നത്. അവനെ അവിടെ വെച്ച് കിട്ടിയതാണ്. അങ്ങനെ ഞാൻ അമ്മയ്ക്ക് ഇത് സർപ്രൈസ് ആയിട്ട് കൊടുത്തു. എന്നാ ഇതെന്നാ തുറക്ക് താനം തുറന്നു നോക്ക്. പാരിക്ക് സമയമില്ല. അതിന് നീ വൈകി പോയി. ഞാൻ ഇങ്ങനെ വരുവാ, രാത്രി പോയി ഇങ്ങനെ പോകും. അപ്പുറം പോകും. തുറക്ക് പുതിയ ഫോണ് ഞാൻ ഇന്ന് വാങ്ങിക്കോ പോകും. ഞാൻ തുറക്ക്. തുറക്കണ്ടേ? എനിക്കിതിന് തുറക്കാൻ അറിയില്ലടാ, നീ തന്നെ തുറക്കേണ്ടി വരും. ഇതിനെ പെട്ടെന്നാണ് വീട്ടില വീഡിയോഗ്രാഫർ പഠിച്ച എന്തോ അതാ എനിക്ക് കണ്ടുപരിച്ചോ. ഞാൻ മാക്സിമല്ലേ രണ്ടാമത് ഭൂമിയല്ലേ. ഇനി എറിഞ്ഞു കളിക്കറേ ഫോൺ. എറിഞ്ഞ് കളിച്ചിട്ടല്ല, എനിക്ക് പുതിയ ഫോണ് വന്ന് ഇതാ അതിനല്ലേ അവിടെ നിനക്കെന്തെങ്കിലും നനക്കും കൂടി വാങ്ങിക്കൂടി. നമ്മളെ വാൾപേപ്പർ കാണിക്കും. SN കോളേജിൽ മാത്സിലുണ്ടായിരുന്ന അഫ്രാദിനെയാണ് ക്യാമറാമാനായിട്ട് കിട്ടിയത്. ശരി, അതൊന്നും ചെയ്യാം. ഇൻസ്റ്റൊന്നും ആക്കിയിട്ടൊന്നുമില്ല. നിങ്ങൾ കുറ്റം പറയാനാണ്. ഇത് വാങ്ങി തന്നാ മാത്രം പോയി. ഇതിന്റെ അകത്തുള്ള സംഭവങ്ങളെല്ലാം ഞാൻ തന്നെ ചെയ്ത് തരണ്ടേ? പിന്നെ അനക്കെന്തെങ്കിലും അറിയാം അതിന്റെ അല്ല ഞാൻ പറഞ്ഞ നായ്ക്ക് മൂന്നെങ്ക കിട്ടിയ പോലെയാണ്. എന്റെ എഴുത്ത് വായിക്കല. എന്റെ എഴുത്ത് കൊറേ സമയം വായിക്കേണ്ടി വരുന്നു. എന്നാന്ന് വെച്ചാല് അത് തീരുന്നില്ല. എന്റെ സ്ഥിരം ഫോളോവർക്ക് ഞാൻ എന്റെ ഒരു ഫോൺ വാങ്ങി കൊടുത്തിട്ടുണ്ട്. എപ്പോഴും ലൈക്ക് ഇടുന്ന ലിവറാണ്. കമന്റ് ലിവറെ കമന്റ് ഫസ്റ്റ് ഉണ്ടാവുക. അതിന്റെ ഒരു ഫോൺ വാങ്ങി കൊടുത്തിട്ടുണ്ട്. എന്റെ രാവിലത്തെ വീഡിയോ ആണ് കാണുന്നത്. സങ്കടമുള്ളത് ഇൻസ്റ്റയില്ലാത്തതുകൊണ്ട് ഇൻസ്റ്റയിൽ ഞാൻ ഇടുന്ന വീഡിയോസ് ഒന്നും കാണാൻ പറ്റുന്നില്ല എന്ന് ഗീതേച്ചി സങ്കടം പറഞ്ഞപ്പോൾ ഞാൻ ഗീതേച്ചിക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തു. എൻ്റെ അക്കൗണ്ട് ഫോളോയും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റയിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിനും ഇനി ഒരു ലൈക്ക്, ഗീതേച്ചിൻ്റെ ലൈക്ക് എന്തായാലും കിട്ടും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.